ഇന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വലിയ മഴയൊന്നുമില്ല കേട്ടോ, വെയിലായിരുന്നു. അപ്പോളേ കുറച്ച് വിറകെടുത്തോട്ടെ, ഇല്ലെങ്കിൽ എന്താ അറിയുമോ, മഴ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. വിറകും പേരാണെങ്കിലോ തോടിൻ്റെ അപ്പുറത്താണ്. അപ്പോൾ എന്താ ചെയ്യാറിയോ, മഴ ഇല്ലാത്ത സമയത്ത് കുറച്ചധികം വിറക് അങ്ങോട്ട് കൊണ്ടുപോയി നമ്മൾ അടുപ്പിൻ്റെ ചൂടില്ലേ അവിടെ വെച്ചാൽ ആ ചൂടൊക്കെ തട്ടിങ്ങാണ്ടേ നല്ലോണം ചൂടായിങ്ങാണ്ട് ഉണങ്ങിക്കോളും. അപ്പോൾ പിന്നെ കത്തിച്ച നേരത്ത് സുഖിക്കാറ് വേഗം കത്തിക്കിട്ടും. രാവിലെ നേരത്തെ പോകേണ്ട സമയത്തൊക്കെ ആണിപ്പാക്ക് ചോറും കൂട്ടാനും ചായയും കടിയും ഒക്കെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ പിന്നെ ഗ്യാസൊക്കെ ഉണ്ട്, എന്നാലും നമ്മളിവിടെ ഉള്ളവരൊക്കെ ഗ്യാസ് ഉണ്ടെങ്കിലും എന്താ കാട്ടാറിയോ, വിറക് റബ്ബർ തോട്ടമല്ലേ ചുറ്റുഭാഗം നമ്മളെ വർഗരേട്ടത് മറ്റേ പൂച്ച ഉണ്ടല്ലേ കയറി പോണ വർഗറിൻ്റെ മേലെ കൂടെ ഓന് സ്ഥലം തരികയാണ്. അപ്പോൾ നമ്മളെന്തായിട്ട് മഴക്കാലത്ത് നമുക്ക് വിറക് കിട്ടുക. അപ്പോൾ വിറക് കിട്ടുന്ന സമയത്ത് ഇതേപോലെ കൊണ്ടുവന്നങ്ങാണ്ട് നുറുക്കി ഒതുക്കി അവിടെ വെക്കും. പിന്നെ വെയിലടച്ചുന്ന സമയത്തൊക്കെ കുറച്ചധികം വെട്ടി ഒടിച്ച് അടുക്കളയിൽ അവിടെ കൊണ്ടുവച്ചാൽ ഒരാഴ്ചയൊക്കെ ഒന്നരാഴ്ച 2 ആഴ്ച കഷ്ടി ഒരാഴ്ചയൊക്കെ എന്തായാലും ഉണ്ടാകും. പിന്നെ അതുവരെ അയിമക്ക് നോക്കണ്ട. പിന്നെ അതേപോലെ ഇപ്പോൾ കണ്ടില്ലേ വിറക് വെട്ടിടുന്ന അവിടെയൊക്കെ ഇപ്പോൾ നനവില്ല. മറ്റിവിടെയൊക്കെ മഴ പെയ്താൽ വെള്ളം അങ്ങോട്ട് നിന്നാക്കാണ്. ചുറ്റും തോടും തോടൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ പറ്റൂല. അപ്പോൾ വെയിലില്ല സമയത്ത് ഇതിനൊരുങ്ങിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ എന്താട്ടും, വെയിലുണ്ടാകുന്ന സമയത്ത് കുറച്ചധികം തന്നെയാണ് വെട്ടി ഒടിച്ചങ്ങാണ്ട് അടുക്കളൻ്റെ ചുവട്ട് കൊണ്ടുപോയിക്കോട്ടോ. കുറച്ച് തെങ്ങിൻ്റെ പട്ട വെട്ടിയതുണ്ട്, അത് നനഞ്ഞതാണ്. അപ്പോൾ ഞാൻ വിറകെടുത്ത സ്ഥലം ഇവിടെ കണ്ടോ, ഇവിടെ അങ്ങനെ കുറച്ച് ഒഴിവഴിക്കണം. അപ്പം ഇനി ഇവിടെ അങ്ങോട്ട് ഈ നനഞ്ഞ പട്ട വെച്ചാൽ ഇവിടെ അതാണ് ഫില്ലായിക്കോളും. എന്നാൽ പിന്നെ മേലത്തത് ഉണങ്ങിയതൊക്കെ എടുത്ത് തീരുമ്പോഴത്തേന് ഈ അടിയിൽ കടന്നുകൊണ്ട് ഇതിവിടെ അങ്ങോട്ട് ഉണങ്ങിക്കോളും. മറ്റേത് മേലെ വെച്ചാൽ എന്താ അറിയോ, നല്ല ഉണങ്ങിയ വിറകടിയിലും മേലെ നനഞ്ഞതോ. അപ്പോൾ ഞാനെന്താ ചെയ്താലോ, ഒരു ഭാഗത്തത്തെ ഫുള്ള് അങ്ങോട്ട് തീർത്തെടുത്തു എന്നിട്ട് ആ ഭാഗം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ളും വിറകാണ്. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ കുറച്ച് സ്ഥലം നല്ലോണം അങ്ങോട്ട് ഒഴിവാക്കിയിട്ടെങ്ങാണ്ട് എന്നാൽ ഇവിടെ ഇപ്പോൾ കിട്ടിയ ഈ നുറുക്കിട്ട തെങ്ങിൻ്റെ പട്ടയൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് അടിയിൽ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ കടന്ന് വലിഞ്ഞോളും. മേലെ കിട്ടിയ റബ്ബർ വിറകുണ്ടല്ലോ, റബ്ബർ വിറകിൻ്റെ കൂട്ടത്തിൽ കൂടെ ചകിരി തെങ്ങും പട്ടയൊക്കെ വെച്ച് കൊടുത്താൽ ഗ്യാസ് കുറേ ലാഭിച്ച. എങ്ങനെ പോയാലും ഒരു 5 മാസമൊക്കെ നിൽക്കട്ടോ ഗ്യാസ്. രാവിലെയാണ് ഫുള്ള് കരിയായിട്ട് ഞാൻ അടുപ്പത്ത് ആദ്യം ചോറിന് വെള്ളം വെക്കും. ചോറ് വെന്തതിൻ്റെ വേക്കിൽ തന്നെ അപ്പം ചൂടാൻ വെക്കും. പിന്നെ അപ്പത്തേക്കുള്ള കറിയും ചായയും ഗ്യാസും ഉണ്ടാക്കും. പിന്നെ അപ്പം ചൂടലിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഉപ്പേരി കൊണ്ടുപോകാനുള്ള കറി ഉപ്പേരി, പിന്നെ മീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊരിച്ചലും അതൊക്കെ അടുപ്പത്താണ് കഴിച്ചു. പിന്നെ വൈകുന്നേരം വന്നാൽ അടുപ്പത്തേക്ക് പോകില്ല. അപ്പോൾ പിന്നെ വരും മടിയേക്കാരം. അപ്പോൾ ക്ഷീണവും കുഴക്കും അതും ഉണ്ടാവും, മടിയേക്കാരം. അപ്പോൾ പിന്നെ ഗ്യാസുമ്മ തന്നെ ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശമാവുണ്ടെങ്കിൽ ദോശ, അല്ലെങ്കിൽ രാവിലത്തെ ചോറ് ബാക്കി ഉണ്ടെങ്കിലും രാവിലത്തെ ചോറ് ആണിപ്പാക്ക് വലിയ ഇഷ്ടമല്ല തണുത്തത് തിന്നണത്. അപ്പോൾ എന്തായിട്ടും കട്ടിയിട്ട് ദോശ നീക്കാരം, ദോശ ചപ്പാത്തിയോ രണ്ടിലും ഏതെങ്കിലും ഒന്ന്. അല്ലെങ്കിൽ പിന്നെ വെയിലൊക്കെ ആണെങ്കിൽ വേനൽക്കാലമായ വെറും കഞ്ഞീൻ്റെ ആളാണ്, കഞ്ഞി കുടിച്ചോളൂ. ഉപ്പേരിയും കഞ്ഞി ഉണ്ടെങ്കിൽ കഞ്ഞി മതി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ പണി കാര്യമായിട്ട് ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള പണി ഇതാണ്. വിറകെടുത്തിട്ട് അങ്ങനെ ഈ ഭാഗം ഫില്ലായി. അപ്പോൾ കണ്ടില്ലേ അടിപൊളിയായില്ലേ. തെങ്ങമ്പാട്ടം ഇവിടെ കടന്ന് ഉണങ്ങട്ടെ. ഇത് ഉണങ്ങുമ്പോഴത്തേന് നമുക്കിതായി ഉണങ്ങിയ റബ്ബർ വിറക് ഇവിടുത്തെ ഇങ്ങനെ എടുക്കുക. തീരണീന് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടേക്കാം. അപ്പത്തിന് ഈ തെങ്ങുംപട്ട വലിയാൻ തുടങ്ങും. പിന്നെ ഇപ്പോൾ കിട്ടണ നനഞ്ഞ റബ്ബർ വിറക് നമുക്ക് ഈ തെങ്ങുംപട്ടൻ്റെ മേലെ ഇതേപോലെ നുറുക്കി പാകാക്കി വെക്കാം. പിന്നെ കിട്ടുന്നത് കണ്ടോ, ഈ ഭാഗത്തൊന്നും ഞാൻ തൊട്ടിട്ടില്ല, പാളില്ലല്ലോ, 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ വിറകിന് വലിയ ചിലവില്ല. നമ്മളെ റേഷൻ അരിയല്ലേ, തിളച്ചാൽ ചോറ് വെന്തു. പിന്നെ ഇപ്പോൾ വിറകിനൊന്നും വലിയ ചിലവൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളെ പൂച്ച കേട്ടോ, ഞാൻ വന്നാൽ കുറച്ച് നേരം എനിക്ക് പിന്നാലെ ഉണ്ടാവും. പിന്നെ ഞാൻ പോണീലും വരുന്നീലൊക്കെ അങ്ങനെ ചൊപ്പം ഉണ്ടാവും. വിറക് കൊണ്ടുപോയതൊക്കെ സിമെൻറ്റിൻ്റെ ചുവട്ടിലെടുത്തേക്കട്ടെ. നമ്മളെ തോടുത്ത വെള്ളം കണ്ടില്ലേ, കുട്ടികൾ മേലുണ്ട് മീൻ പിടുത്തം കൊണ്ട് ആകെ കലങ്ങിയിരിക്കുന്നു ഉണ്ടോ.
അതൊക്കെയാണ് നമ്മളെ വീഡിയോ, ഇന്നത്തെ വീഡിയോ.